السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഇന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഈമാനും തഖ്വയും ഇഖ്ലാസും കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. തെറ്റുകളെ തൊട്ട് അള്ളാഹു നമ്മളെ വിദൂരത്താക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമുക്ക് ബന്ധപ്പെട്ട രോഗികൾ, ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ ഒരു ആയത്താണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പരാമർശിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ആരാണ് ഏറ്റവും നല്ല വർത്തമാനം പറയുന്ന ഒരാളുള്ളത്? ആരിനേക്കാൾ? മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല ഒരുത്തൻ വേറെ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് തൻ്റേതോടുകൂടെ, ആർജവത്തോടുകൂടെ, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് ആൺകുട്ടിയായിട്ട് പറയാൻ ശേഷിയുള്ള, ധൈര്യമുള്ള ഒരുത്തൻ, അവനേക്കാളും നല്ല ഒരുത്തൻ വേറെ ലോകത്ത് ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ആരുമില്ല എന്നർത്ഥം. അമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരുത്തനേക്കാൾ നല്ല ഒരാൾ ലോകത്ത് വേറല്ല. ഒരു മനുഷ്യന്റെ ഒരു വലിയ ത്രാണിയും പ്രാപ്തിയും യോഗ്യതയും അതാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ്. മറ്റുള്ള ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോംപ്ലക്സ്, ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നൊരു കോംപ്ലക്സ്, നാവുകൊണ്ട് പറയേണ്ട, വേഷം കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് കേരളത്തിന് പുറത്തുള്ള ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളും കേരള മുസ്ലിമീങ്ങളൊക്കെ എതിരാകുന്നത്. വേഷവിധാനം കൊണ്ട് തന്നെ ഞാനൊരു മുസ്ലിമാണ് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരുപാട് സലാമെങ്കിലും നമുക്ക് കിട്ടും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, റെയിൽവേ സ്റ്റേഷനിലൂടെ, ട്രെയിനിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ ഷിപ്പിൽ, അല്ലെങ്കിൽ ബസ്സിൽ, കാറിൽ, അല്ലെങ്കിൽ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും അപരിചിതരായ എത്രയോ മുസ്ലിമീങ്ങൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അസ്സലാമു അലൈക്കും എന്ന് പറയും. ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിൽ പാസ് ചെയ്യുന്ന ആളുകൾ പോലും കാണുമ്പോൾ ഈ തലയെക്കെട്ടും തൊപ്പിയോ വെള്ള കമ്മീസോ ജുബ്ബയോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അള്ളാഹുവിൻ്റെ രക്ഷങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നല്ല ആ പ്രാർത്ഥനയുടെ അർത്ഥം. അവർ നല്ല മനുഷ്യന്മാരായിരിക്കും. അവരുടെ ആ സലാം അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ ആഖിറത്ത് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന സലാം എനിക്ക് കിട്ടാൻ കാരണം ഇയാൾ സലാം പറയപ്പെടാൻ പറ്റിയൊരു മുസ്ലിമാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? വേഷം കൊണ്ട് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ എയർപോർട്ടിലോ മറ്റോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണെന്ന് നെറ്റിയിൽ ഒട്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇയാളൊരു മൂല്യരാണ്, മുസ്ലിമാണ്, ഒരു മുസ്ലിമാണ് എന്ന് വേഷവിധാനം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ള മുസ്ലിമുകൾ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾപ്പെട്ട ഏത് വിഭാഗമാണെങ്കിലും കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. ആ സലാം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. നേരെ മറിച്ച് ഞാൻ ഈ തലയെക്കെട്ടും തൊപ്പിയൊന്നും ഇല്ലാതെ പലപ്പോഴും പാൻറ്റും കുപ്പായും ഇട്ട് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ സലാം കിട്ടാറില്ല. അല്ലെങ്കിൽ പാൻറ്റും കുപ്പായും ഇട്ട് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ടർഫിലേക്ക് മറ്റു പോകുമ്പോൾ ഇങ്ങനെ സലാം കിട്ടൂല. കാരണം ആ സമയത്ത് വേഷമല്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴും അവർക്ക് ബോധ്യപ്പെടുമ്പോഴും അവർ നമുക്ക് സലാം പറയും. അപ്പോൾ അത്രമേൽ വളരെ ശ്രേഷ്ഠമാണ് ഈ വസ്ത്രം, ഈ വേഷവിധാനം എന്നർത്ഥം. ഇത് ഞാൻ പറയാനുണ്ടായ കാരണം, കേരളത്തിൽ വളരെ കത്തി നിൽക്കുന്ന ഒരു വിവാദ വിഷയമാണ് ഹിജാബ് വിഷയം. മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ച് തലമറച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അത് വർഗീയതയാണ്, ഭീകരവാദയാണ്, അത് മതകീയമാണ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ഹിജാബ് നിരോധിക്കുന്ന സിസ്റ്റം
അപ്പോൾ സ്കൂളിന്റെ മതേതരത്വം ഒരു വേഷവിധാനം മതം ഏതാണെന്ന് വേഷവിധാനത്തിലൂടെ കാണിക്കരുത് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് പ്രവേശനം നിഷേധിക്കുക, അല്ലെങ്കിൽ ആ വേഷം നിരോധിക്കുക. അങ്ങനെ കേരളത്തിൽ അത് വിവാദമായി. മുസ്ലിമീങ്ങളെ കൂടെ നിൽക്കേണ്ട പലരും എന്തൊക്കെയോ പേടിച്ചുകൊണ്ട് പലതും ആഗ്രഹിച്ചുകൊണ്ട് ആ സ്കൂളിന് അനുകൂലമായി നിന്നു. അതൊന്നുമല്ല എൻ്റെ വിഷയം. അവസാനം സർക്കാരും മന്ത്രിയും അതിൽ ഇടപെട്ടു. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം പെൺകുട്ടി തല മറച്ചാൽ, ഹിജാബ് ധരിച്ചാൽ അത് വർഗീയത. എന്നാൽ ഹിന്ദു കുട്ടികൾ രുദ്രാക്ഷമാല അണിഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ പെൺകുട്ടികൾ, ക്രിസ്ത്യാനികൾ തലമറക്കുന്നുണ്ട്, അവർ ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട്, അതൊക്കെ മതേതരത്വം. മതത്തിന്റെ ചിഹ്നങ്ങൾ ഇവിടെ പലപ്പോഴും ഉണ്ട്. KSRTC ബസ്സുകളിൽ എത്രയോ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്, അമ്പലത്തിന്റെ അയ്യപ്പന്റെ ഫോട്ടോ ഉണ്ട്, ഭസ്മം കൊണ്ടതിനെ പൂജിക്കുന്നുണ്ട്, അതൊക്കെ മതേതരത്വം. അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ മതേതരത്വം. മന്ത്രിമാർ പോലും തേങ്ങയുടച്ചുകൊണ്ട് ബോട്ടും ബസ്സും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, അതും മതേതരത്വം. ഫയർഫോഴ്സിന്റെ ഉപകരണങ്ങളൊക്കെ പൂജക്ക് വെക്കാറുണ്ട്, അതും മതേതരത്വം. പോലീസിന്റെ വാഹനങ്ങൾ പോലും പൂജക്ക് വെക്കാറുണ്ട്, അതൊക്കെയും മതേതരത്വം. ഒരു മുസ്ലിം പെൺകുട്ടി തലമറച്ചാൽ അത് മതേതരത്വമല്ല, അത് ഭീകരത എന്ന അവസ്ഥയിലേക്ക് ഒരു മനോരോഗം കേരളത്തിൽ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫിന്റെ നിയമങ്ങൾ വന്നപ്പോൾ അതിഭീകരമായി അതിവിടെ പർവ്വതീകരിക്കപ്പെട്ടുകൊണ്ട് മുസ്ലിം ഭീകരതയായി ചിത്രീകരിച്ച് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ തടയപ്പെടുകയും ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായി സർക്കാർ പോലും നിൽക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്ത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് പറയാൻ കഴിയണം, ഏത് മതസ്ഥരെയും, മുസ്ലിം സമ്പന്നർക്ക് പോലും, മുസ്ലിം സമ്പന്നന്മാരാണ് ഇതിൽ ജാഗരൂകരാവേണ്ടത്. കാരണം ജുമഅക്ക് നിസ്കാരം പോലും, പള്ളിക്ക് പോലും പോകാൻ പറ്റാത്ത സ്കൂളുകൾ കേരളത്തിലുണ്ട്. മുസ്ലിം കുട്ടികൾക്ക് ജുമഅക്ക് അവസരമില്ല, പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ അവസരമില്ല. കോടിക്കണക്കിന് റുപ്യേന്റെ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം റുപ്യ ചെലവാക്കി ഷെഡ് പോലും നിർമ്മിക്കപ്പെടുന്ന സ്കൂളുകൾ കേരളത്തിൽ പലപ്പോഴും പലയിടത്തും ഇല്ല. അതൊന്നും പ്രശ്നമല്ല. ജുമഅ നിഷേധിക്കപ്പെടുന്നു, മുസ്ലിം പെൺകുട്ടികളെ വേഷവിധാനങ്ങൾ നിഷേധിക്കപ്പെടുന്നു, തലമറക്കാൻ പാടില്ല, മുട്ടിന് താഴെ മുഴുവനും പുറത്ത്, ആ മസിലൊക്കെ പുറത്ത് കാണിച്ച് നടക്കണം, അതൊന്നും എതിർപ്പില്ല. എന്നാൽ മുസ്ലിം പണമുള്ള പണക്കാർ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ, അങ്ങനെ അവരെ മുതിരൊന്നുമില്ല. മുസ്ലിം പണക്കാരും സമ്പന്നരുമാണ് ഇതിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, കേരളത്തിലൊക്കെ എല്ലാ മാധ്യമങ്ങളും വലിയ വിവാദമാക്കി. ഇത് വലിയ വിവാദമായി. ഒരു സിഖുകാർ ഓസ്ട്രേലിയയിൽ വളരെ 0.8, വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ ഒരു പെൺകുട്ടിക്ക്, സിഖുകാർക്ക് അവരുടെ തലമറക്കാൻ അവകാശം ഉണ്ട് എന്ന് പറഞ്ഞ് തലമറക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴേക്ക് സമരമായി. എല്ലാവർക്കും അതിന് അവകാശമുണ്ട്. ഫ്രാൻസിൽ ഇത് ധരിക്കണതിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭ പോലും ഇടപെട്ടു. രാജ്യത്തിന്റെ പാർലമെന്റ് അവതരിപ്പിക്കപ്പെട്ടു. 0.0, വളരെ കുറച്ച്, ഒരു 10-30,000 ആളുകൾ മാത്രമേ ഫ്രാൻസിലുള്ളൂ സിഖുകാർ. പക്ഷെ പരിപൂർണ സ്വാതന്ത്ര്യം. സിഖുകാർക്ക് തലമറക്കാം. നേരെ മറിച്ചൊരു മുസ്ലിമായ വ്യക്തി കോൺസ്റ്റബിൾ ആകുകയാണെങ്കിൽ താടി പാടില്ല, മുസ്ലിം പെണ്ണാണെങ്കിൽ തലമറക്കാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ മുസ്ലിം ചിഹ്നങ്ങൾ മാത്രം വർഗീയമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും, ഒരിക്കലും തന്നെ ഒരു സ്ഥാപനത്തിനും മറ്റും മതത്തിന്റെ പേരിൽ വേർതിരിവ് പാടില്ല എന്ന് പറയാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമുക്ക് നമ്മുടെ വേഷവിധാനങ്ങളോടൊരു റെസ്പെക്ട് തോന്നുകയും വേണം. ഇങ്ങനൊരു മുസ്ലിം പെൺകുട്ടി തന്റെ ഹിജാബിന് വേണ്ടി ആ പെൺകുട്ടിയുടെ കുടുംബവും ഒക്കെ പോരാടുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ ഹിജാബിനെയും ഇസ്ലാമിക വേഷവിധാനങ്ങളെയും വലിച്ചെറിയുന്ന ഒരു ദയനീയമായ രംഗമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയം തന്നെയാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഏത് ക്യാമ്പസിലാണെങ്കിലും മുസ്ലിം പെൺകുട്ടിക്ക് വേഷം കൊണ്ട് ഞാൻ ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് പറയാൻ കഴിയണം. നാവുകൊണ്ട് പറയാന്നുള്ളതല്ല. ഒരു മുസ്ലിമായ പുരുഷനാണെങ്കിൽ ഞാൻ ഒരു മുസ്ലിമാണെന്ന് വേഷം കൊണ്ടെങ്കിലും പറയാൻ കഴിയണം. ഇനി ആ വേഷം പുരുഷനല്ലെങ്കിലും സ്ത്രീക്ക് നിർബന്ധമാക്കപ്പെട്ട ഔറത്ത് മറക്കുന്ന വേഷങ്ങൾ നമ്മുടെ സ്ത്രീകളെ നിർബന്ധിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇന്ന് കേരളത്തിന് പുറത്ത് ഇതിനു വേണ്ടി പോരാടുകയും ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയാവേണ്ടി വരികയും ചെയ്തിട്ട് പോലും ആ വേഷവിധാനങ്ങളൊന്നും ഒഴിവാക്കാത്ത മുസ്ലിമീങ്ങളെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, സമ്പത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചുവെങ്കിൽ അത്തരം മാനേജ്മെന്റുകൾ സ്ഥാപിക്കുവാനും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ജുമഅക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാനും രക്ഷിതാക്കൾക്ക് തോന്നണം. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് തോന്നുന്നില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ മതി, സിഎക്ക് ചേർന്നാൽ, അല്ലെങ്കിൽ അവർ അക്കൗണ്ടൻസി ആകാൻ വേണ്ടി ഏത് കോഴ്സിന് ചേർന്നാൽ നല്ല മാർക്ക് കിട്ടണം, നല്ല കോഴ്സ് കിട്ടുക എന്നല്ല, ദീൻ പറ്റ പോയാലും കുഴപ്പമില്ല, നല്ല ശമ്പളം കിട്ടുന്ന ജോലി കിട്ടാൻ എന്തും ചെയ്യാൻ എന്ന അവസ്ഥയിലേക്ക് കറവ പശുക്കളെ പോലെ കുട്ടികളെ കാണുന്ന രക്ഷിതാക്കൾ എന്നെ മുമ്പിൽ ഇരിക്കുകയാണ്.
ഞാനടക്കം നമ്മൾ ചിന്തിക്കുക, പശുവിന് നല്ല പിണ്ണാക്ക് കൊടുത്താൽ നല്ല പാല് കിട്ടും, ഇതുപോലെ മക്കൾക്ക് നല്ല കോഴ്സ് കൊടുത്താൽ നല്ല വരുമാനം കിട്ടും, അത് തന്തക്കും തള്ളക്കും ഉപകരിക്കും ഭാവിയിൽ. അതിനുവേണ്ടി കുട്ടികൾക്ക് ഇപ്പോൾ നല്ല കോഴ്സ് കൊടുക്കുക, മാസം 2 ലക്ഷം 3 ലക്ഷം, ഹോസ്റ്റലിന് 10 ലക്ഷം, ഒന്നും കുഴപ്പമില്ല. കാരണം ഈ കോഴ്സ് എടുത്താൽ മാസം 10 ലക്ഷം, ഗൾഫിൽ പോയാൽ 1 ലക്ഷം കണക്കിന് ലാഭം ഉണ്ടാവും. അങ്ങനെ പശുവിന് നല്ല പിണ്ണാക്ക് കൊടുത്താൽ കറക്കുമ്പോൾ നല്ല പാല് കിട്ടുന്ന മാതിരി ഈ കുട്ടികളിൽ നിന്ന് ഫിനാൻഷ്യൽ റിട്ടേൺസ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയിട്ട് കോഴ്സ് കൊടുക്കുക. മതം പോയാലും കുഴപ്പമില്ല, നിസ്കാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജുമാ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ. ജുമാ കിട്ടുന്ന ജോലി അത് എടുക്കൂല, എന്നാൽ ജുമാ കിട്ടിയില്ലെങ്കിലും ശമ്പളം ഇവിടെ 10 അക്കമുണ്ട്, 4 അക്കം 5 അക്കമുണ്ട്, അത് തിരഞ്ഞെടുക്കുക. ഈ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്, ആരാണ് ദീൻ മുറുകെ പിടിക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ നമുക്ക് ദീനിന് പോറലേൽക്കുന്നത് നമുക്ക് വിഷയമല്ലല്ലോ. അവനാൻ്റെ ഫോണുമ്മ വര വീണാൽ സഹിക്കാൻ പറ്റൂല എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അവനാൻ്റെ കാറിൻ്റെ ബമ്പർമ്മ ചെറിയൊരു വര വീണാൽ സഹിക്കാൻ പറ്റൂല, എൻ്റെ കാറ്, എൻ്റെ മൊബൈൽ, അങ്ങനെയാണ് അവസ്ഥ. എന്നാൽ ദീൻ ഇവിടെ പോറലേൽക്കുകയാണ്, അതിനൊരു വിഷമം നമുക്കില്ല. കാരണം നമ്മൾ വില കൊടുത്ത് വാങ്ങിയതല്ല, നമുക്കതിനൊരു അധ്വാനം വന്നിട്ടില്ല, നമുക്കത്ര വിലയുള്ളൂ. വിലയുണ്ടെങ്കിൽ പോറലേൽക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനി സംസ്കാരങ്ങൾക്ക് പോറലേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണം. അത് വേദനിച്ചിരുന്ന മുൻഗാമികൾക്ക് ശരിയാറ്റ് വിവാദ കാലങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായ കോലാഹലങ്ങളും സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിനു വേണ്ടിയായിരുന്നു. എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് ശംസുദ്ദീൻ ഉസർഖസി റളിയല്ലാഹു അൻഹു. ഹനഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥമാണ് അൽ മബ്സൂത്ത്. എവിടെ നിന്നുണ്ടാക്കിയത്? പൊട്ടൻകിണറ്റില. ദീനിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് ഭരണാധികാരികൾ അദ്ദേഹത്തെ പൊട്ടൻകിണറ്റിലേക്ക് ഇട്ടു ബന്ധിച്ചു. അന്നത്തെ ജയിൽ പൊട്ടൻകിണറ്റിലേക്ക്, ആഴമേറിയ കിണറ്റിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കോണി വലിച്ചു. തിന്നാൻ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ കെട്ടുകൊടുക്കുന്ന പോലെ പൊട്ടൻകിണറ്റിലേക്ക് എറിഞ്ഞു കൊടുക്കും. ആ മഹാൻ കിണറ്റിന്റെ താഴെ നിന്ന് ഉള്ളാക്കിട്ട് വിളിച്ചു പറഞ്ഞ ഇൽമുകൾ കിണറ്റിന്റെ പക്കത്തിൽ നിന്ന് ശിഷ്യന്മാർ എഴുതിയെടുത്തതാണ് ഹനഫി മദ്ഹബിലെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന അൽ മബ്സൂത്ത് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥം. എങ്ങനെ എഴുതിയത്? ആ പൊട്ടൻകിണറ്റിന്റെ താഴെ ഇരുന്ന് ശിഷ്യന്മാർക്ക് മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു കൊടുത്തു. ശിഷ്യന്മാർ പെണ്ണും കടലാസ് കൊടുത്ത് കിണറ്റിന്റെ പക്കത്ത് നിന്ന് എഴുതിയെടുത്തു. ഉസ്താദ് പൊട്ടൻകിണറ്റിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ദീനിനു വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അഹ്മദ് ബിൻ ഹംബൽ 8 വർഷക്കാലം ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്, ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ മഹാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എപ്പോഴും ശരീഅത്തിന്റെ സംരക്ഷണം നമുക്ക് ബാധ്യതയായി ഏറ്റെടുക്കാൻ കഴിയണം. ഏതാവട്ടെ അവിടൊക്കെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഹിജാബിനോട് ഏത് നിലപാടാണ് സ്വീകരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. മുഖം മറക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, തല മറക്കാൻ പോലും നമ്മുടെ കുട്ടികൾക്ക് മടിയാണ്. കുട്ടികളെ പോട്ടെ, ഉമ്മാക്ക് പോലും മടിയാണ്. ഉമ്മ തല മറക്കുന്നുവെങ്കിലല്ലേ പെൺകുട്ടികൾ തല മറക്കുക. നമുക്ക് ദീനൊക്കെ ഉണ്ടാകും, പക്ഷെ തല മറക്കുന്നിടത്ത്. അപ്പൊ ചില ആൾക്കാർക്ക് ചോദിക്കാനുള്ള എന്താ അറിയോ, അല്ലെങ്കിൽ ഇപ്പൊ തല മറച്ചില്ലെങ്കിൽ എന്താ ഉസ്താദ് പ്രശ്നം എന്നാ? ഇത് പ്രശ്നം ഉണ്ടോ ഇല്ല എന്നില്ല വിഷയം. ഇനി വേറെ ആൾക്കാർക്ക് വേറെ ചീത്ത ചിന്ത ഉണ്ടാവും അതൊന്നും അല്ല വിഷയം. അള്ള പറഞ്ഞില്ലേ ഇതാ വിഷയം. അള്ളാഹു പറഞ്ഞു തല മറക്കണം, എന്നാ മറക്കണം. അതിന് എന്തൊക്കെ അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹു തല പറഞ്ഞതിന് ഒബേ ചെയ്യുക, ഫോളോ, അംഗീകരിക്കുക. അതാ അടിമത്വം എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം നമുക്കുണ്ടാവേണ്ടത് ഞാൻ അടിമയാണ് എന്ന ബോധമാണ്. അടിമയാണ് എന്ന ബോധം ഉണ്ടാകും. അള്ളാഹു എന്ത് പറഞ്ഞു അത് അംഗീകരിക്കുക. അള്ളാഹു തല പെണ്ണുങ്ങളോട് തലമറക്കാൻ അത് അംഗീകരിക്കുക. ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി തങ്ങൾ വഫാത്തായി. നബി തങ്ങളെ മറവ് ചെയ്ത് നബി തങ്ങളെ ഖബർ സിയാറത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ തലമറക്കൂല. എന്റെ പുതിയാപ്പിളല്ലേ കിടക്കണത്, ഞാൻ എന്തിനാ തലമറക്കേണ്ട ആവശ്യം? എന്റെ ഭർത്താവല്ലേ. പിന്നെ എന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു, എന്റെ വാപ്പാന് നബിതങ്ങൾക്ക് നേരെ ഖബർ ചെയ്തു, നബിതങ്ങളുടെ ഖബറിന് നേരെ മറവ് ചെയ്തു. എന്റെ വാപ്പ നബിതങ്ങളെ ഖബറിന്റെ നേരെ മറവ് ചെയ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ വാപ്പാനെ സിയാറത്ത് ചെയ്യുമ്പോഴും ഞാൻ തലമറക്കൂല. എന്റെ പുരയിലാണ് എന്റെ ഭർത്താവായ നബിതങ്ങളെ ഖബർ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ തലമറക്കൂല. എന്റെ പുതിയാപ്പിളല്ലേ ഖബറിൽ കിടക്കുന്നത്. പിന്നെ എന്റെ വാപ്പാനെ ഖബർ അവിടെ വന്നു, എന്റെ വാപ്പല്ലേ, ഞാൻ തലമറക്കൂല. പിന്നെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബർ അവിടെ വന്നപ്പോ, ഉമർ തങ്ങൾ അവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോ പിന്നെ ഞാൻ അവിടെ പ്രവേശിക്കൂല ഇല്ലാ വഅന മഷ്ദൂദ, ഞാൻ തലമറച്ചിട്ടല്ലാതെ. കാരണം ഉമർ തങ്ങൾ എനിക്ക് അന്യരാണ്. അതെന്റെ ബാപ്പ, എന്റെ ആങ്ങളെ, എന്റെ പുതിയാപ്പിള, സഹോദരനും അല്ലല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കൂല. ഇല്ലാ വഅന മഷ്ദൂദത്തുൻ അലയ്യ സിയാബി, ഞാൻ എന്റെ മേൽ വസ്ത്രം കെട്ടിയിട്ടല്ല. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവൻ മരിച്ചുപോയ മനുഷ്യനാണ്, എന്നാലും ശരി ആത്മീയമാര് കാഴ്ച മരിച്ചാക്ക് സലാം പറയുമ്പോൾ ആരാണ് സിയാറത്ത് ചെയ്യുന്നത് എന്ന് അല്ലാഹു തആല അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പൊ എന്റെ ബാപ്പി എന്റെ ഭർത്താവായ നബിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ തലമറക്കാതെ പോയിരുന്നുവെങ്കിൽ പിന്നെ ഖബറിൽ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ വന്നപ്പോൾ തലമറച്ചിട്ടേ ഞാൻ പോയിട്ടുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കി. പള്ളിക്കാട് കൂടെ പോവുകയാണെങ്കിൽ പോലും തലമറക്കണമെന്ന സന്ദേശമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താ? സ്കൂളിൽ ഫെസ്റ്റിവലോ മറ്റോ ഉണ്ടാകുമ്പോൾ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പന മറ്റോ ഉണ്ടാകുമ്പോൾ തലമറക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് സ്ക്രീനിൽ വരണം, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കുട്ടികൾക്ക് നല്ല ഫെയിം കിട്ടണം എന്ന അവസ്ഥയിലേക്ക് മാറി വരുമ്പോൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിന്റെ ഗേറ്റിൽ എഴുതി വെക്കപ്പെട്ട ഒരു വലിയ വാക്യമുണ്ട്, ലാ യദ്ഖുലന്ന യദ്ദയൂത്ത്. ഇതാണ് സ്വർഗത്തിന്റെ ഗേറ്റിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത്. എന്താണത്? നമ്മളെ വീട്ടിലൊക്കെ പേരെഴുതി വെക്കും, അല്ലെങ്കിൽ വീട്ടില് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു നോട്ടീസ് എഴുതി വെക്കും, പരസ്യം പാടില്ല, ഉദാഹരണം സ്റ്റിക് നോബിൽസ്. ഇതുപോലെ സ്വർഗത്തിന്റെ ചുമൽ എഴുതി വെക്കപ്പെട്ടെന്താ അറിയോ? അവനാന്റെ പെൺകുട്ടികളും അവനാന്റെ കെട്ടിയോളും ഉഷാറാണ് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ച ഒരു തള്ളിയും ഒരു മാപ്പിളിയും ഇങ്ങോട്ട് പ്രവേശിക്കണ്ട. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് ഭിത്തിയുണ്ട്, സ്വർഗത്തിന് ഗേറ്റ് ഉണ്ട്. സ്വർഗത്തിന്റെ ഗേറ്റിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത് ലാ യദ്ഖുലന്ന യദ്ദയൂത്ത്. അവനാന്റെ പെൺകുട്ടിയാള്, അവനാന്റെ ഭാര്യ, അവനാന്റെ സഹോദരിമാര് കുഴപ്പമില്ലാതെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അണിച്ചൊരുക്കിയ ഉളുപ്പില്ലാത്ത തന്തയും ഉളുപ്പില്ലാത്ത ഭർത്താക്കന്മാരും ഇങ്ങോട്ട് പ്രവേശിക്കണ്ടെന്നാ. ഇനി എത്ര നിസ്കരിച്ചിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല, ബേസിക്കായി തകർന്നു പോയി, മൈനസ് മാർക്ക് വന്നുപോയി. ഇത് മനസ്സിലാക്കേണ്ട നമ്മൾ. ഹിജാബ് വിവാദം വരുമ്പോ നമ്മൾ ശബ്ദിക്കാനുണ്ടാകും, ഹിജാബ് വിവാദം വരുമ്പോ നമ്മൾ പ്രതികരിക്കാനുണ്ടാകും. പക്ഷെ അവനാന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇടത്തൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മു ഖല്ലാദ് എന്ന മഹദിയുണ്ട്. ഉമ്മു ഖല്ലാദ് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരുന്ന രംഗം ഹദീസിന്റെ കിതാബിൽ കാണാം. തന്റെ കുട്ടി മരണപ്പെട്ടു, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. നബി തങ്ങളോട് സങ്കടപ്പെട്ടുകൊണ്ട് പരാതി പറയാൻ വരുമ്പോ മുഖം മറച്ചിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങളെ കുട്ടി കൊല്ലപ്പെട്ട് മരിച്ച് മയ്യത്ത് തരിയുമ്പോഴും ഈ മുഖത്ത് വേണോ? അത് നീക്കിക്കൂടാൻ, എന്തിനാ നിങ്ങൾ ഹിജാബ് ധരിച്ചത്? അപ്പൊ ആ പെണ്ണ് പറഞ്ഞ ഹദീസിന്റെ കിതാബിലുണ്ട്, എന്റെ മകനെ പോയിട്ടുള്ളൂ, എന്റെ ഹയാ പോയിട്ടില്ല. എന്റെ മകനെ പോയിട്ടുള്ളൂ, എന്റെ ലജ്ജ പോയിട്ടില്ല. എന്റെ മകൻ പോയാലും എന്റെ ലജ്ജ പോകൂല. എപ്പോഴും പെണ്ണുങ്ങൾക്ക് വേണ്ടത് തന്റെ മണിയേറയിലിരിക്കുന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മണിയറയിലെ മണവാട്ടിയേക്കാളും നബി തങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. സ്ത്രീകളിൽ നിന്ന് ലജ്ജ എടുത്തു കളഞ്ഞ് നമ്മളെടുത്ത് കളഞ്ഞത് ലിബറൽ ചിന്താഗതിക്കാരെ പെൺകുട്ടികളെ കൊണ്ടുവരാണ്, സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് ഹയാഇന്റെ ലോകത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ. ലജ്ജ വേണ്ട, ആണുങ്ങളെ പോലെ തന്നെയാകണം. ആണും പെണ്ണും കല്യാണം കഴിക്കണം, അതും നല്ലതാണ്. അല്ലെങ്കിൽ പെണ്ണും കല്യാണം കഴിക്കണം, അതും നല്ലതാണ്. അതിനൊന്നും കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് ലിബറൽ ചിന്താഗതിക്കാർ നമ്മുടെ മക്കളെ മതനിരീശ്വരവാദികൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ ഇസത്തിനോട് താല്പര്യം വേണ്ട? പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഹിജാബ് വിവാദത്തിൽ ഇത് വർഗീയതയല്ല എന്ന് ഉറച്ച് നമ്മോടൊപ്പം പറയാൻ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇത് വർഗീയതയല്ല എന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കണ്ടേ? നമുക്കിത് കാണിച്ചു കൊടുക്കണ്ടേ? ഒരു പെണ്ണിന്റെ തലമറക്കൽ പെണ്ണിന്റെ ധാർമ്മികമായ വ്യക്തിപരമായ അവകാശമാണ്. അത് അവരുടെ റൈറ്റാണ്, അവർക്കുള്ള അവകാശമാണ്. അല്ലാതെ അത് നിഷേധിക്കലാണ് സത്യം പറഞ്ഞാൽ രാജ്യത്തിന്റെ അവകാശ ധ്വംസനമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഒരു ഇസ്ലാമിക ചുറ്റുവേഷങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഫാത്തിമ ബീവി മരണപ്പെടുന്നതിന് മുമ്പ് കരഞ്ഞ് സങ്കടപ്പെട്ടത്, എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജനാസ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ ശരീരത്തിന്റെ വണ്ണം മനസ്സിലാവുമല്ലോ എന്നാ. അന്നത്തെ മയ്യത്ത് കെട്ടില് ഒരു പലകമ കൊണ്ടുപോലായിരുന്നു. ഇന്നത്തെ പോലെ 2-4 സൈഡൊന്നും മറയൊന്നുമില്ലായിരുന്നു. ഫാത്തിമ ബി മരിക്കണേനെ തലേന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് വിതുമ്പിയത്, പടച്ചോനെ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആണുങ്ങൾ എൻ്റെ ബോഡി കാണുമ്പോൾ എൻ്റെ തടി മണ്ണൊക്കെ തീയല്ലോ, ബോഡി ഷേപ്പ് അറിയല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞു. അപ്പോൾ മറ്റുള്ള സ്വഹാബി വനിതകൾ സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല ബീവി. അബിസീനിയക്കാർ, എത്യോപ്യക്കാർ പുതിയൊരു മയ്യത്ത് കെട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്യോപ്യക്കാർ പുതിയൊരു മയ്യത്ത് കെട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരിക്കലും തന്നെ എന്താവില്ല, അത് പുറത്തേക്ക് കാണൂല. 4 സൈഡിലും മറ ഉണ്ട്. ആ ഫാത്തിമ ബി മരിക്കണേ തരുന്ന ചോദിക്കുക, അങ്ങനെ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? സമാധാനത്തിനാണ്. നാളെ മരിക്കുന്ന മഹദിക്ക് അറിയാം, അള്ളാഹുവിന്റെ മുത്തുനബി നിങ്ങളുടെ പ്രവചനം ഉണ്ടല്ലോ. മരിക്കുന്ന ലക്ഷണം കൊണ്ട് മനസ്സിലാക്കിയപ്പോൾ ഫാത്തിമ ബി മരിക്കുന്നതിന് മുമ്പ് ചോദിക്കണം എന്താ അറിയോ, എന്നാൽ ഇന്ന മയ്യത്ത് നാളെ കൊണ്ടുപോകണം, ആ മയ്യത്ത് കെട്ടിന് മോഡൽ കാണിച്ചു തരുമോ? എന്റെ കല്യാണത്തിന് നാളെ ഞാൻ ധരിക്കുന്ന ആഭരണത്തിന്റെ മോഡൽ കാണാൻ വേണ്ടി പോവല്ല, താൻ ധരിക്കുന്ന വസ്ത്രത്തിന്റെ മോഡൽ കാണാൻ വേണ്ടി പോകല്ല പെണ്ണുങ്ങൾ. നോക്കണം, ഫാത്തിമ ബീവി നാളെ എന്ന മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെ ചുമന്നു കൊണ്ടുപോകേണ്ട പുതിയ മോഡൽ മയ്യത്ത് കെട്ടിലുണ്ട്, പുറത്തേക്കൊന്നും കാണാത്ത, ഒന്ന് കാണിച്ചു തരുമോ? അസ്മാ ബീവി പറഞ്ഞങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു. എത്യോപ്യക്കാർ നിർമ്മിച്ച പുതിയ മോഡൽ ന്യൂ മേഡ് മയ്യത്ത് കെട്ടിൽ ഫാത്തിമാവിന് മുമ്പിൽ കൊണ്ടുവന്നു. ഫാത്തിമ ബീവി നോക്കിയിട്ട് ചിരിച്ചു. ഫാത്തിമ ബീവിന്റെ തേറ്റപ്പല്ല് കൊണ്ടു. ചരിത്രത്തിൽ കാണാം, മുത്തുനബി തങ്ങൾ വഫാത്തായ വിഷമത്തിൽ ചിരിക്കാത്ത ഫാത്തിമ പിന്നെ ആദ്യമായി 6 മാസത്തിന് ശേഷം ചിരിച്ചത് തന്റെ മയ്യത്തിന് കെട്ട് കണ്ട സന്തോഷം കൊണ്ടായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ വഫാത്തായപ്പോ
പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടിൽ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ചിരിക്കാതിരുന്ന ഫാത്തിമ പിന്നെ അവിടത്തെ തേറ്റപ്പല്ലുകൾ മറ്റുള്ള കുടുംബിനികൾ കണ്ടത്, മറ്റുള്ള സഹോദരിമാരെ കണ്ടത്, മരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ കൊണ്ടുപോകേണ്ട മയ്യത്ത് കെട്ടിന്റെ മോഡൽ കണ്ടപ്പോൾ സന്തോഷമായി. അൽഹംദുലില്ലാ, പുറത്തേക്കിന്റെ ബോഡി കാണൂലല്ലോ, ബോഡി ഷേപ്പ് കാണൂലല്ലോ, 4 ഭാഗത്തും മറച്ച പുതിയ മയ്യത്ത് കെട്ടിലാണല്ലോ. ഇത് പറയാൻ എന്ത് അധികാരം എനിക്കും നമ്മുടെ സഹോദരിമാർക്കും ഉണ്ട്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിജാബ് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമുക്ക് ഹിജാബിനോടുള്ള താല്പര്യം സ്വഹാബികൾ എത്രത്തോളം കൊണ്ടു നടന്നു. മുഖം മറക്കണ്ട, അതവിടെ നിൽക്കട്ടെ, തല മറക്കുക എന്ന വിഷയത്തിലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ശ്രദ്ധ വേണ്ടേ? ശരിക്കും മുടി പുറത്തങ്ങനെ കാണിച്ചടക്കുക. അപ്പൊ അപ്പോഴും പിന്നെ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും, എന്താ പിന്നെ കുഴപ്പം, അള്ള പറഞ്ഞു അങ്ങനെ നടക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. അല്ലെങ്കിൽ അപ്പൊ മുടി കണ്ടാപ്പോ എന്താ, അപ്പോഴേക്കും നിങ്ങൾ തന്നെ കൊയിഞ്ഞാടും. ഇതൊക്കെ ആൾക്കാർ ചോദ്യം, പരിഹാസങ്ങളൊക്കെയാണ്. അപ്പൊ ഒറ്റ മറുപടിയുള്ളൂ, അള്ള പറഞ്ഞു അള്ളാഹു പറഞ്ഞു, ദീൻ നിഷ്കർഷിച്ചു, ദീൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീന്റെ റൂളാണെന്ന് മനസ്സിലാക്കി നമ്മൾ അംഗീകരിക്കുക. ദീൻ പറഞ്ഞ ഭയപ്പെടുന്നർത്ഥം, ദാൻ കീഴ്പ്പെടുക. ആ ദീനിന്റെ നിയമങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടണം. നമ്മൾ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ കമ്പനിക്കല്ലേ നമ്മുടെ എല്ലാം അറിയാം, നമ്മുടെ വിചാരങ്ങളും വൈകാരിക തലങ്ങളും അറിയുന്ന പടച്ചത്തമ്പുരാൻ ഒരു നിയമം പറഞ്ഞാൽ ആ നിയമം അംഗീകരിച്ചേ പറ്റൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാവട്ടെ ആ പെൺകുട്ടിക്ക് ആ ക്യാമ്പസിൽ തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ ഇത് മതത്തിന്റെ വർഗീയമായ വിഷയമൊന്നുമല്ല, മത സ്വാതന്ത്ര്യം ആണ് ഇത് എന്ന് പറയാൻ ആരുണ്ട്? ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് പ്രത്യേക ശിരോവസ്ത്രങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ സിഖ് മതക്കാർക്ക് എപ്പോഴും തലപ്പാവ് ധരിക്കാമല്ലോ, അവർക്കൊക്കെ മതത്തിന്റെ ചിഹ്നം കൊണ്ടു നടക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു മുസ്ലിം പെൺകുട്ടിക്ക്, എന്തുകൊണ്ടൊരു മുസ്ലിം പെണ്ണിന് തലമറക്കുന്ന ഹിജാബ് കൊണ്ടു നടന്നുകൂടാ എന്ന് ചിന്തിക്കുന്നതോടൊപ്പം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒരു ഇസ്ലാമിയത്തുണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ പരിശ്രമിക്കണം. അതൊക്കെ ഉണ്ടാകും. പക്ഷെ ഏതൊക്കെയും പൊട്ടലെപ്പയെന്നറിയോ? കല്യാണങ്ങളും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ്. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. വളരെ കുത്തഴിഞ്ഞൊരവസ്ഥയിലേക്ക് മാറി. കല്യാണത്തിൻ്റെ പെൺകുട്ടികൾ കല്യാണം തന്നെ വേണ്ട. ഇപ്പൊ തേപ്പിന് സിമന്റ് പണിക്ക് വാർപ്പിന്റെ പണിക്കൊക്കെ ബംഗാളികൾ ഇറക്കണം. മതി പെണ്ണിട്ടാൻ പെണ്ണുങ്ങളിലാവും ബംഗാളികൾ ഇറക്കേണ്ടി വരുന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പെണ്ണുങ്ങളില്ല, ബംഗാൾ ഇറക്കുമതി ചെയ്യേണ്ടിപ്പെടേണ്ടി വരും. കാരണം ഇവിടെ എന്താ, സ്വയം ഞാൻ ഒരാളും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാശുള്ള അവസ്ഥയൊക്കെ എത്തട്ടെ എന്ന ചിന്ത. അല്ലെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരുമല്ലോ, ഇതാരുണ്ടാക്കി കൊടുക്കാൻ ചിന്ത അറിയോ? ലിബറൽ ചിന്താഗതിക്കാരെ കൊടുത്ത ഇഞ്ചക്ഷനാണ്. ഒരു ആണിന് വിധേയപ്പെട്ട് ജീവിക്കാൻ പാടില്ല, ഒരാണിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ പാടില്ല. എന്നിട്ടൊരു രോഗം വരുമ്പോൾ ആണിൻ്റെ അടുത്ത് പൈസ വാങ്ങുന്ന ഡോക്ടറെ അടുത്ത് പോവുക, അത് പാടില്ല. ഒരു ഡ്രസ്സിന് ആവശ്യം വരുമ്പോൾ പുതിയാപ്പലിനോട് യാചിക്കുക, എന്നിട്ട് ഡോക്ടർ, അത് പാടില്ല. ഡ്രസ്സ് അത് പാടില്ല, സ്വന്തം പൈസ ഉണ്ടാക്കട്ടെ, അതുകൊണ്ട് ജോലിയാവണം, ജോലിയായിട്ട് വരട്ടെ. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം എത്രമേൽ ഭീകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആണും പെണ്ണും സ്നേഹമാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ കുടുംബ സങ്കല്പം ഇന്ന് തകിടം മറിക്കപ്പെടുകയാണ്. ഇസ്ലാമിക സന്ദേശം എന്താണ്? ഇസ്ലാമിക സന്ദേശം പണ്ടൊക്കെ എന്തായിരുന്നു? അപ്പൊ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായി ചിത്രീകരിക്കപ്പെട്ടു. ഇപ്പൊ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വായിച്ചപ്പോൾ സങ്കടപ്പെട്ടു പോയി. മൃഗങ്ങളെ പോലെ ആവണം. എന്താ, ഒരു ഇണയെ തന്നെ സ്വീകരിക്കണമെന്നൊരു നിയമം. പ്രകൃതിയിൽ ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ഇണ ചേരാം, എന്താ കുഴപ്പം? ഇവിടെ കുടുംബം വേണ്ട, അച്ഛനും അമ്മയും തന്നെ സങ്കല്പം എന്തിനാണ് എന്നൊക്കെ ലിബറൽ ചിന്താഗതികൾ നമ്മുടെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവനാന്റെ മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കണം. ഒരു പള്ളി കമ്മിറ്റിക്കും ഖാദിക്കും ഖതീബിനും ഉസ്താദിനും അല്ല അത് ചെയ്യാൻ സാധിക്കുക. നേരെ മറിച്ച് ഒരാൾക്ക് 2-3 കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ. ആ 3 ആളെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് കഴിയണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇസ്ലാമിയത്ത് അവനാന്റെ വീട്ടിലുണ്ടാക്കാൻ സാധിക്കണം. മക്കളോട് സ്നേഹത്തോടെ പറയാൻ കഴിയണം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ മോളെ പ്ലീസ് ഒന്ന് തല മറക്കടി എന്ന് പറയുമ്പോൾ അവൾക്കത് തോന്നണം. അതിനവരെ ചേർത്ത് പിടിച്ച് പറയാൻ കഴിയണം. ആജ്ഞാപന സ്വഭാവത്തോടു കൂടെ, അല്ലെങ്കിൽ ഒരു സൈനിക ഓഫീസറെ പോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന വരച്ച വരലിൽ ഇരുത്തുന്ന ഒരു ഭീകരമായ രൂപം നമ്മുടെ കുട്ടികളോട് സ്വീകരിക്കരുത്. അത് കള്ളുകുടിക്കുന്ന കുട്ടികളാണെങ്കിലും കഞ്ചാവടിക്കുന്ന കുട്ടികളാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് മക്കൾ ഇസ്ലാമിക വേഷവിധാനങ്ങളും ഇസ്ലാമിക ചിഹ്നങ്ങളും നമ്മുടെ മക്കൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണമാണ്. ഞാൻ മുസ്ലിമാണെന്ന് വേഷം കൊണ്ട് പറയാൻ കഴിയണം. എന്റെ വേഷം കണ്ട് ആർക്കും അറിയാം ഒരു മുസ്ലിമാണ് എന്ന്. മോരാര് ഖതീബ് ഹുദവിയോടൊക്കെ പോട്ടെ, ഒരു മുസ്ലിമാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അതിന്റെ തങ്ങൾ എല്ലാവരും നാളെ തലയെക്കെട്ട് കെട്ടി നടക്കണം എന്നല്ല. നേരെ മറിച്ച് നമ്മളെ കണ്ടാൽ ചുരുങ്ങിയതൊരു മുസ്ലിമാണെന്ന് ഉത്തരേന്ത്യ പോയാൽ കണ്ടറിയാൻ പറ്റും. അവർക്ക് പേടിയില്ല. നമുക്ക് ആരെ പേടിക്കണത്? നമുക്കൊരു കോംപ്ലക്സ് ആണ്.
ഇതൊക്കെ ചീഞ്ഞ ഒരു മോശപ്പെട്ട ഒരു വേഷല്ലേ? അല്ല പ്രിയപ്പെട്ടവര്, അറ്റ്ലീസ്റ്റ് ഞാൻ ആലോചിച്ചു പോകാൻ, വണ്ടി അപകടത്തിൽപ്പെട്ട് ബൈക്ക് പോസ്റ്റിന് ഇടിച്ചിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് കരിമ ചൊല്ലി കൊടുക്കുന്ന രംഗം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് മനുഷ്യനും വേദന കൂടുമ്പോൾ മറക്കുന്ന, അതിനായി കരിമ ചൊല്ലി കൊടുക്കുക. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും അറിയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ഷെ വേദന വരുമ്പോ ഒക്കെ മറന്നു. നല്ല പല്ലുവേദന ഉണ്ടാകുമ്പോൾ ആരെങ്കിലും നിൽക്കുമല്ലോ, എപ്പോഴും സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന മനുഷ്യൻ നല്ല ഒരു വയറുവേദന വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ചൊല്ലൂല, അപ്പൊ നല്ല വേദന കൊണ്ട് പൊളയും. അതിനേക്കാളൊക്കെ ശക്തമായ വേദന വരുന്ന സമയ മരണം. ആ സമയത്ത് ഇതൊക്കെ ചെല്ലാൻ മറക്കുന്ന, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനിവന് ചൊല്ലിക്കൊടുക്കാൻ പറ്റിയ, ചൊല്ലിക്കൊടുക്കപ്പെടേണ്ട ഒരു മുസ്ലിമാണെന്ന് അറിയണ്ടേ മറ്റുള്ള ആളുകൾക്ക്? ഒരു ആക്സിഡന്റ് പറ്റി നിൽക്കുക, ഉദാഹരണം, വണ്ടിനുള്ളിൽ കണ്ട് പോയി ബൈക്ക്, അല്ലെങ്കിൽ ലോറിയും ബസ്സും കാറും ഈ കൂട്ടിയിടിച്ചു. മറ്റുള്ള ആൾക്കാർ വന്നിട്ട് ഇതിലൊക്കെ മുസ്ലിമാണോ, ഹിന്ദുക്കളാണോ, ക്രിസ്ത്യാനികളാണോ, വല്ല നിരീശ്വരവാദികളെ കണ്ട ഒരു പിടുത്തൂല്ല, കണ്ട അറിയോ പോലുമില്ല. എങ്ങനെ അവർക്ക് കരിമച്ചൊല്ലി തരാൻ പറ്റുമോ? അതുകൊണ്ട് എപ്പോഴും കഴിഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ മുസ്ലിമാണെന്ന് അതുകൊണ്ട് പറയേണ്ട സുഹൃത്തെ, ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരുത്തനേക്കാൾ ലോകത്ത് ധൈര്യമുള്ള ഒരാൾ ലോകത്ത് വേറെ ആരുണ്ട്? ഇതൊരു ചോദ്യമാണ്. അത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം നല്ലതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇസ്ലാമിലേക്ക് വരും. ഇസ്രായേലി ബന്ദി ഹമാസിന്റെ പോരാളികളെ കീഴിൽ മാസങ്ങളോളം വർഷങ്ങളോളം തടവിലാക്കപ്പെട്ടിരുന്ന ഒരു ഇസ്രായേലി സൈനികൻ അവസാനം മന്ദിരത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു കൊണ്ടുപോകുമ്പോ ആ ഹമാസിന്റെ പടയാളിയുടെ നെറ്റിയിലും തലയിലും ഉമ്മ വെച്ച് ചുംബിച്ചു പോകുന്ന ഇസ്രായേലിന്റെ പടം ലോകത്തിന് മാതൃകയാണ്. ഹമാസ് പോരാളികളുടെ ബന്ധനത്തിൽ കഴിഞ്ഞ് അവസാനം മോചിപ്പിക്കപ്പെട്ടു പോകുന്ന ഇസ്രായേലി പട്ടാളക്കാരൻ, ഇസ്രായേലി സൈനികൻ ഹമാസ് പോരാടി തലയിൽ ചുംബിക്കുന്നത് അവർ കൊടുത്ത സ്നേഹത്തിന്റെ പ്രതികാരമായിരുന്നു. ബന്ദികളോട് എങ്ങനെ പെരുമാറണമെന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഇസ്ലാമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വിഷയം പറയണം. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സമാധാന കരാർ വന്നാൽ അത് പൊളിക്കും, അവർ വഞ്ചകരാണ്. ആ പ്രസംഗം കഴിഞ്ഞ് ജുമ കഴിഞ്ഞ് എന്നെ റൂമിൽ ഇരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിരാശാക്കല്ലേ? ഞാൻ ചോദിച്ചു എന്തേ? അല്ല, ഇപ്പൊ കരാർ വന്നതല്ലേ, ഇസ്രായേലും ഹമാസും കരാറിൽ എത്തിയില്ലേ, വെടിനിർത്താൻ പ്രഖ്യാപിച്ചതല്ലേ, പിന്നെ അതൊക്കെ അവർ പൊളിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറയല്ലേ? എന്തുണ്ടായി? അത് ഖുർആന്റെ ആജ്ഞാപനാണ്, ഖുർആൻ പറഞ്ഞതാണ്. 4 ദിവസം കഴിഞ്ഞിട്ടുള്ള പിന്നെയും അവര് വെടിവെപ്പ് നടത്തിയില്ലേ, ആക്രമിച്ചില്ലേ, 100 ആൾക്കാരെ കൊന്നു കളഞ്ഞില്ലേ? അത് വിശുദ്ധമായ ഖുർആന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ, വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് നമ്മൾ പറയുക മാത്രം, ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ വ്യക്തിത്വവും ഇസ്ലാമിന്റെ സംസ്കാരവും കണ്ട് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ പഠിക്കാൻ അവസരം ഉണ്ടാവണം. ഏതാവട്ടെ, കേരളത്തിൽ കത്തി നിൽക്കുന്ന ഹിജാബ് വിവാദത്തിൽ ഖുർആന്റെ ഭാഷ്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള